രാഷ്ട്രത്തിൻ്റെ നവനിർമ്മാണം വ്യക്തിനിർമ്മാണത്തിലൂടെ, വ്യക്തിനിർമ്മാണം ശാഖയിലൂടെ എന്നതാണ് സംഘപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള സൂത്രവാക്യം. നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ. സംഘസ്ഥാപകൻ ഡോക്ടർ കേശവ ബലറാം ഹെഗ്ഡേവാർ സംഘടന കെട്ടിപ്പടുക്കുന്നതിനിടയിൽ പ്രവർത്തകന്റെ ശ്രദ്ധ പ്രചരണത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും തിരിഞ്ഞാൽ പ്രവർത്തനത്തിന്റെ പവിത്രത നഷ്ടപ്പെടും എന്നായിരുന്നു അദ്ദേഹം പറയാറുണ്ടായിരുന്നു. RSS ഒരു കാലത്ത് ചർച്ച ചെയ്യപ്പെടുകയേ ചെയ്യാത്തൊരു സംഘടനയായി. ഇന്നിപ്പം ലോകം മുഴുവനും സംഘത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഹിന്ദു സമൂഹത്തിൻ്റെ പൊതുവായ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു രാമസിംഹൻ കൊലക്കേസ്. മൊത്തം ഹിന്ദു സമൂഹത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ഹിന്ദുക്കൾക്ക് തോന്നിത്തുടങ്ങി സംഘപ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നിങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നമ്മൾ സംഘടിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നൊരു വിശ്വാസം. ഹിന്ദുക്കൾ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹമായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഹിന്ദു സമൂഹത്തിന്റെ സംഘടിത ശക്തിയിലൂടെ രാഷ്ട്രത്തിന്റെ സർവതോമുഖമായ പുരോഗതി എന്ന കാഴ്ചപ്പാടിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. ഭേദഭാവന പിഴുതെറിഞ്ഞൊരു ഗുരുജനത്തിൻ സാധന. RSSന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു പുസ്തകമല്ലേ? RSSന്റെ വസ്തുതകൾ നിരത്തിക്കൊണ്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന ഒറ്റ പുസ്തകം. കേരളത്തിൽ സംഘപ്രവർത്തനം തുടങ്ങുമ്പോഴേ 1942 കേരളത്തിന്റെ പരിസ്ഥിതി എന്തായിരുന്നു? RSSനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണെന്ന് പറയുന്നത്. പരിക കൂട്ടായാതി മഹസിൻ പൊൻരഥം വരവേൽക്കുവാൻ.